4 മുതൽ 72 മണിക്കൂർ വരെയാണ് ഒരു ആവറേജ് മൈഗ്രെയിൻ അറ്റാക്ക് ഉണ്ടാകുന്നത്. പക്ഷേ കുറച്ചു പേരിൽ ഈ ഒരു തലവേദന കുറെ ദിവസം നീണ്ടു നിൽക്കാറുണ്ട്. ചില ആളുകൾക്ക് മൈഗ്രെയിനുമായിട്ട് അസോസിയേറ്റ് ചെയ്തു വരുന്ന മറ്റു ബുദ്ധിമുട്ടുകളായിരിക്കും കൂടുതലായിട്ട് അനുഭവപ്പെടുന്നത്. ഒരു ബയോളജിക്കൽ ക്ലോക്കിനെ ബേസ് ചെയ്താണ് നമ്മുടെ ബോഡിയിലുള്ള ഫങ്ഷൻസ് ഒക്കെ കൃത്യമായിട്ട് നടക്കുന്നത്. ഇതിനെയാണ് സിർക്കാഡിയൻ റിതം എന്ന് പറയുന്നത്. കണ്ടിന്യൂസ് ആയ സ്ട്രെസ്, അമിതമായ മെന്റൽ ടെൻഷൻ, ആങ്സൈറ്റി, ഡിപ്രഷൻ, ഫ്രീക്വന്റ് ആയിട്ട് ട്രാവൽ ചെയ്യുക, ഫ്ലൈറ്റിലൊക്കെ പോകുമ്പോൾ ഉണ്ടാകുന്ന ജെറ്റ് ലാഗ് എന്നിങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ബയോളജിക്കൽ ക്ലോക്ക് ഓൾട്ടർ ചെയ്യുന്നത് കൊണ്ട് മൈഗ്രെയിൻ ട്രിഗർ ചെയ്യാം. കൂടാതെ മൈഗ്രെയിൻ ഉള്ള പല ആൾക്കാരിലും സൈനസൈറ്റിസ്, അലർജിക് റൈനൈറ്റിസ് പോലെയുള്ള അലർജിക് മാനിഫെസ്റ്റേഷൻസ് കാണിക്കാറുണ്ട്. സോ സൈനസ് അറ്റാക്സിന്റെ സമയത്ത് തലവേദന വരാം. പിന്നീട് സൈനസൈറ്റിസ് മാറുമ്പോൾ മൈഗ്രെയിൻ തലവേദന അനുഭവപ്പെടാം. പെയിൻ റിലീവിംഗ് ടാബ്ലറ്റ്സ്, അവയുടെ കോമ്പിനേഷൻസ്, അക്യൂട്ട് മൈഗ്രെയിൻ മെഡിക്കേഷൻസ് ഇങ്ങനെയുള്ള മെഡിസിൻസ് ഡോക്ടേഴ്സ് നിർദ്ദേശിക്കാതെ അല്ലെങ്കിൽ അവർ പ്രിസ്ക്രൈബ് ചെയ്തതാണെങ്കിൽ പോലും അമിതമായോ കണ്ടിന്യൂസ് ആയോ കഴിക്കുമ്പോൾ പിന്നീട് വരുന്ന തലവേദന ഇത്തരം മെഡിസിൻസിനോട് റെസിസ്റ്റന്റ് ആയതായിരിക്കും. ഇങ്ങനെയുള്ളവരിൽ തീവ്രമായ കുറെ നേരം നീണ്ടു നിൽക്കുന്ന മെഡിക്കേഷൻ ഓവർയൂസ് ഹെഡേക്ക് എന്നറിയപ്പെടുന്ന തലവേദനകൾ അനുഭവപ്പെടാറുണ്ട്. നിങ്ങൾക്ക് ഇത്തരത്തിൽ ദീർഘനേരം തലവേദന അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യുമല്ലോ.